ശരിക്ക് ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഭരണം ആർക്കാണെങ്കിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് നിർബന്ധമാണ്, മര്യാദയാണ്. അത് കേന്ദ്രമാണെങ്കിൽ കേരളത്തോട് ആ മര്യാദ കാണിക്കണം. കേരളമാണെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളോട്, MLA-മാരോടൊക്കെ ആ മര്യാദ കാണിക്കണം. ഒരു കാരണവശാലും ഭരിക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ടാണെങ്കിൽ പോലും ഈ ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തുന്ന നയം ശരിയല്ല. ഇത്തരം കാര്യങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. അത് എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താതെ ഇരുന്നതെന്ന് പരിശോധിച്ച് സഹകരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ രണ്ടു കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ഇതിന് പിറകിലുണ്ടാവോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെതാണോ കേരളത്തിൻ്റെതാണോ ദേശീയപാത എന്നതിൽ രണ്ടു കൂട്ടരും പൊളിയുന്നത് വരെ, കൂരിയാട്ടും കൊല്ലത്തും കാസർഗോഡും ഒക്കെ പൊളിയുന്നത് വരെ രണ്ടു കൂട്ടരും അതിന്റെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുക ഓടിയടക്കുകയായിരുന്നു. ആ തർക്കം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന് ഭരണകൂടങ്ങൾ അർഹമായ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് ഒരു മണ്ഡലത്തിലും മറ്റ് പ്രാദേശിക കാര്യങ്ങളിലൊക്കെ നടത്തുമ്പോൾ അവിടുത്തെ MLA-മാരെ, മുനിസിപ്പൽ പഞ്ചായത്ത് ഭരണാധികാരികളെയൊക്കെ ഉൾപ്പെടുത്തേണ്ടുന്ന മര്യാദയും അവരും പാലിക്കേണ്ടതുണ്ട്. അതെ, പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പണ്ട് നേരത്തെ പ്രധാനമന്ത്രി വന്ന യോഗത്തിൽ ഒരു കേരളത്തിന് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം പോലും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനെയല്ലേ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൂടി ആനയിച്ചു കൊണ്ടുപോയത് പല പരിപാടികളിലും. വിഴിഞ്ഞം മാർബിൾ ഉദ്ഘാടനത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ? മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഒന്നും ക്ഷണിക്കാതെ നിയമസഭയിലോ പ്രാതിനിധ്യമില്ലാത്ത കക്ഷിയുടെ നേതാവിനെ, കേന്ദ്രത്തിലെ ഭരണകക്ഷി നേതാവിനെയാണ് ഉൾപ്പെടുത്തിയത്. പ്രോട്ടോകോൾ ലംഘനങ്ങളും മര്യാദ ലംഘനങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിന് രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂട്ടുനിന്നിട്ടുണ്ട് കേരളത്തിൽ. BJP അധ്യക്ഷനാണ് പകരം വേദിയിലുള്ളത്. തെറ്റായ ഒരു പ്രവണതയാണ്. അത് നേരത്തെ ഉണ്ടായതാണല്ലോ. ഇപ്പൊ മെട്രോ ഉദ്ഘാടനത്തിന് കുമ്മനം രാജശേഖരനെ കൊണ്ടുപോയി, വിഴിഞ്ഞ ഉദ്ഘാടനത്തിന് കൊണ്ട്. മറ്റു കേരളത്തിലെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ധാരാളം പ്രാതിനിധ്യമുള്ള പാർട്ടികളുണ്ട്. അവരുടെ പ്രതിനിധികളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ജനാധിപത്യ മര്യാദകളെ ലംഘിക്കലാണ്. ആ ലംഘനത്തിന്റെ തുടർച്ചയായി ഇപ്പോൾ വന്ന ഒരു വലിയ ആശയക്കുഴപ്പമാണ് ഇതിന് കാരണം. അതൊക്കെ ജനാധിപത്യത്തിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അവരാണല്ലോ PMന്റെ ഓഫീസാണ് ലിസ്റ്റ് തയ്യാറാക്കുക, ആരൊക്കെ പങ്കെടുക്കുന്നത്. അപ്പൊ അതിൽ ഒരു പാർട്ടിയുടെ മാത്രം, BJPയുടെ അധ്യക്ഷനെ മാത്രം ഉൾപ്പെടുത്തുന്നത് അത് ഒരു ശരിയല്ല. ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ പ്രാതിനിധ്യം പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഉൾപ്പെടുത്തുന്നത്. ഇത് സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ പരിപാടിയാണല്ലോ, രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ലല്ലോ. അത്തരമൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടല്ലേ കേന്ദ്ര ഭരണകൂടങ്ങൾ ഇടപെടേണ്ടത്.